പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മഹാനായ സ്ഥാപകനാണ് സൈറസ്. അസീറിയക്കാരെ അദ്ദേഹം കീഴടക്കി. ബാബിലോൺ തൻ്റെ മുമ്പിൽ കീഴടങ്ങി. അദ്ദേഹത്തിൻ്റെ വിജയം നാടുകടത്തപ്പെട്ട യഹൂദർക്കൊരു ആനന്ദാനുഭവത്തിനിടയാക്കി. തൻ്റെ പ്രജകളുടെ മതത്തെപ്പറ്റി സൈറസിന് ബഹുമാനമായിരുന്നു. യഹൂദരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ അദ്ദേഹം അനുവദിച്ചു. പേർഷ്യൻ പ്രവിശ്യയിൽപ്പെട്ടതായിരുന്നു അന്ന് ഇസ്രായേൽ നാട്. തങ്ങളുടെ പരിശുദ്ധമായ ദേവാലയം പുതുക്കിപ്പണിയുവാൻ രാജാവ് അവരെ പ്രോത്സാഹിപ്പിച്ചു. മുമ്പ് ജെറുസലേം ദേവാലയത്തിൽ പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നതും ബാബിലോണിയക്കാർ തട്ടിക്കൊണ്ടുപോയതുമായ വിശുദ്ധ പാത്രങ്ങൾ അവർക്ക് അദ്ദേഹം തിരിച്ചുകൊടുത്തു. 537 BC ശരൽക്കാലം സൊറാബബേലിനെ സൈറസ് ജൂദിയായിലെ ഗവർണറായി നിയമിച്ചു. ജോഷായെ പ്രധാന ആചാര്യനായും. 40,000-ൽ പരം യഹൂദർ ബാബിലോണിൽ നിന്ന് ജൂദിയായിലേക്ക് നീങ്ങി. ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടവർ താരതമ്യേന സമ്പന്നരായ യഹൂദരായിരുന്നു. തങ്ങളുടെ മറ്റു സഹോദരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. നാടുകടത്തപ്പെട്ടവരായി കഴിഞ്ഞുകൂടിയ വർഷങ്ങളിൽ മതഭക്തിയാൽ അവർക്കൊരു നവോത്ഥാനം തന്നെ ലഭിച്ചിരുന്നു. പിന്നത്തെ തലമുറകൾ തങ്ങളുടെ കാരണവന്മാരുടെ പാദമുദ്രകൾ തന്നെ പിന്തുടർന്നു. ജെറുസലേമിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരുടെ നഗരം നന്നാക്കുവാനും വിശിഷ്ടമായ ദേവാലയം പുതുക്കിപ്പണിയുവാനും അത്യുത്സാഹത്തോടെ അവർ പ്രയത്നിച്ചു. അവർ പുനരധിവാസത്തിന് 6 മാസത്തോളം എടുത്തു. കുടുംബങ്ങളും വംശങ്ങളും അവരവരുടെ പഴയ സ്ഥലം തിരക്കിപ്പിടിച്ചു. ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളൊക്കെ പുതുക്കി പണിതു. അന്യർ കയറി പാർത്തിരുന്ന വീടുകൾ ഉടമസ്ഥർ തന്നെ വിലയ്ക്ക് വാങ്ങി. പലരും താൽക്കാലിക ഷെഡുകളിലും ടെൻറ്റുകളിലുമായി താമസിച്ചു. അവർ തിരിച്ചു വന്നിട്ട് 7-ാം മാസം മുതൽ ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണി ആരംഭിച്ചു. നാടുകടത്തപ്പെട്ടവരായി ബാബിലോണിൽ ആയിരുന്ന കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അവശേഷിച്ച ജനങ്ങളിൽ യഹോവയുടെ ബലിപീഠം പുതുക്കിപ്പണിയാനുള്ള ആഗ്രഹം എസെക്കിയേൽ ദീർഘദർശി ആളിക്കത്തിച്ചിരുന്നു. അതവരുടെ കടമയാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. കാരണം വിശുദ്ധീകരിക്കപ്പെട്ടവരും അവശേഷിച്ചവരുമായ അവർക്ക് മാത്രമേ ജൂദാവംശത്തെ പുനരുദ്ധരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തറപ്പിച്ചു ഉത്ബോധിപ്പിച്ചു. ഇപ്പോൾ അവരുടെ ആഗ്രഹ നിർവഹണത്തിന് സൗകര്യം കിട്ടിയതുകൊണ്ട് ധീരതയോടും തീരുമാനബുദ്ധിയോടും കൂടി അവർ ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു. ബലിയർപ്പണത്തിനായി ഉടനെ ഒരു പീഠം പണിയപ്പെട്ടു. പിന്നീടാണ് അവർ ദേവാലയത്തിൻ്റെ അസ്ഥിവാരപ്പണി ആരംഭിച്ചത്. പണിക്കാവശ്യമുള്ള സാധന സാമഗ്രികളെല്ലാം നേരത്തെ തന്നെ അവർ സജ്ജീകരിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർക്ക് കൈപ്പേറിയ എതിർപ്പുകൾ നേരിടേണ്ടതായി വന്നു. നാടുകടത്തപ്പെട്ട ഈ യഹൂദരുടെ മുൻ തലമുറക്കാർ പുറംജാതിക്കാരുമായി ഉറ്റബന്ധം പുലർത്തിയിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഭക്തരായ യഹൂദർ അവരുടെ വംശവും മതവും പുനരുദ്ധരിക്കാൻ വേണ്ടി അവരുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ തെറ്റുകൾ അവർ ആവർത്തിക്കാൻ പോകുന്നില്ല. പുറംജാതിക്കാരുമായി സാമൂഹ്യ ബന്ധങ്ങളൊന്നും അവർക്കുണ്ടായിരിക്കുകയില്ല. വിവാഹത്താൽ ക്ഷുദ്രദേവന്മാരുമായി അടുത്തവരോട് പോലും ബന്ധപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. അവരുടെ ഈ ഒതുങ്ങിയ അകൽച്ചയുണ്ടല്ലോ, അത് എതിർപ്പിനിടയാക്കി. തങ്ങളുടെ ബദ്ധശത്രുക്കളായി തീർന്ന സമറിയക്കാരിൽ നിന്ന് പ്രത്യേകിച്ചും. മതപരമായ ആരാധന യഹോവയ്ക്ക് മാത്രം. ഈ സംരംഭം തടയാനായി സമറിയക്കാരുടെ ശ്രമം. നാട്ടിലെ ചില ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് അവരതിന് പ്ലാൻ ചെയ്തു. യഹോവയ്ക്ക് ദേവാലയം പണിയുന്നതിൽ സഹായിക്കുവാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ദേവാലയം പണിയുന്നത് യഹോവയ്ക്ക് മാത്രമായിരിക്കരുത് എന്നായിരുന്നു അവരുടെ പക്ഷം. കാരണം മറ്റു ദേവന്മാരെ ആരാധിക്കുന്നതിലും അവർ തൽപരരായിരുന്നു. എതിർപ്പ് ശക്തം, കഴിവുകൾ പരിമിതം, ജോലിക്കാർ കുറവ്. ഇക്കാരണങ്ങളാൽ ദേവാലയം പണി അവസാനം അവർ വേണ്ടെന്ന് വയ്ക്കുകയാണ് ഉണ്ടായത്. കൂടാതെ അവർക്ക് വേറെ പ്രശ്നങ്ങൾ അനവധിയായി. സ്വന്തം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ അവർ പണിയെടുത്തു തുടങ്ങിയിട്ട് 15 വർഷങ്ങളായി. സ്വന്തം വീടുകൾ പുതുക്കി പണിയുക, അവയ്ക്ക് വേണ്ടതായ സാധന സാമഗ്രികൾ സജ്ജീകരിക്കുക, ഇവയൊക്കെ അവർക്ക് ചെയ്യാനുള്ള ജോലികളായിരുന്നു. ഇതിനെല്ലാം പുറമെ ജീവസന്ധാരണത്തിനു വേണ്ടി കൃഷി ചെയ്യാനായി അവർക്ക് മണ്ണിൽ പണിയെടുക്കേണ്ടതുമുണ്ടായിരുന്നു. ഇക്കാലഘട്ടത്തിൽ അവരുടെ മതപരമായ ചൂട് വീണ്ടും ആറിത്തണുത്തു. അത് പുനരുദ്ധരിക്കാൻ പിന്നീട് യഹോവ പ്രവാചകന്മാരെ ഉയർത്തിയെടുത്തു എന്നുവരികിലും ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടേ സമരത്തിൽ വിജയിക്കുവാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ.